ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ എൻ്റെ എത്താനടുക്ക് പോകുന്ന വ്ളോഗ് എടുക്കാൻ വിചാരിച്ചു. ഒരു ട്രാവലിംഗ് വ്ളോഗ് പോലെ. ട്രാവലിംഗ് അല്ല, ലേറ്റ് പോകുന്നു ലേറ്റ് വരുന്നു. ഇത് തന്നെ മഴൻ്റെ മൂടം പിടിക്കുന്നു, മഴ പെയ്യുന്നു, വെയിൽ വരുന്നു. കുറച്ച് ലേറ്റായിന് പോകുന്നത്. എന്താ വെച്ചെങ്കിൽ ഞാൻ എനിക്കാന്ന് വെച്ചാൽ പിന്നെ എൻ്റെ ബസ്സും പോയി. ഞാൻ റെഡി നമുക്ക് അപ്പം നമുക്ക് പോകുന്ന വീഡിയോ കാണാം ഗായ്സ്. ഇത്താനടുക്ക് പോകുന്നത് എന്താ വെച്ചെങ്കിൽ അവിടെ ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷനൊന്നും ഞാൻ പറയാം. അങ്ങനെ ബസ് സ്റ്റോപ്പിലെത്തിയിട്ട് അവൾക്ക് നല്ല മയം വന്ന് പെട്ടില്ലേ. ബസ്സും വരുന്നില്ല. അപ്പക്ക് കാത്തക്കും പിന്നെ ബസ്സും വരാലാ. നിങ്ങൾക്ക് ഇഷ്ടമോ ഗൈസ് മഴ? ഞങ്ങൾക്ക് തീരെ ഇഷ്ടമല്ല മഴ. ഈ ചണ്ടിയിലാകുമ്പോൾ ഒരു പകൽ പിക്കറാണ്. പിന്നെ മൂട് മുടിക്കുമ്പോൾ അതിനേക്കാളുള്ള ബേജാറും. അങ്ങനെ ബസ് വന്ന് ഗൈസ്. ബസ്സിൽ കയറിയിട്ട് സൈഡ് സീറ്റ് തന്നെ കിട്ടി. ബസ്സിൽ കയറിയിട്ട് നമുക്ക് മയ്യും പോയി. പിന്നെ പുറത്തുള്ള നമ്മളെ പ്രകൃതിയെല്ലാം ആസ്വദിച്ചിട്ട് ആ ആംബിയൻസെല്ലാം നോക്കിയിട്ട് ഇങ്ങനെ പോയി. ആദ്യം ഇതിനടുക്ക് പോയത് ഞാനും ഉമ്മാവും പോയത്. ഉമ്മാണെങ്കിൽ ഫോൺ വെക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പിന്നെ ടൗണിലേക്ക് എത്തിയിട്ടാകുമ്പോൾ ബേക്കറീൻ്റെ പീടിയെ കയറി. ഫംഗ്ഷൻ എന്ന് ഞാൻ പറഞ്ഞിട്ടാലോ, അതിന് ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ട് അവിടെ. അങ്ങനെ എന്താക്കാം, കുറച്ച് ലഡുവും മഞ്ചോലയും മീനിട്ട് നേരെ ബസ്സിന് കാത്ത് നിന്നു. അങ്ങനെ നമ്മളെ ബസ് വന്ന് ഗൈസ്. ഏഴാൾക്ക് പോകണമെങ്കിൽ 2-3 ബസ്സെല്ലാം കയറിയിട്ട് പോകണം. 2 ബസ്. ബസ്സിലാണ് കയറിയപ്പാട് സീറ്റ് കിട്ടിയത്, ഡോറിൻ്റെ സീറ്റും. ഇതാണ് ഗൈസ് ചന്ദ്രഗിരി പുഴ. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോളൂ. പിന്നെ ഈ സീറ്റിലിരുന്നെങ്കിലാ ആൾക്കാർ കീമ്പക്കും കയറുമ്പോൾ ഡോറ് തുറന്നോടിരിക്കണം. അങ്ങനെ നമ്മളെ സ്ഥലത്തേക്ക് എത്തി. ഇനി ഇവിടുന്ന് റിക്ഷ പിടിച്ചിട്ടും പോകണം. അങ്ങനെ നീണ്ട 1.5 മണിക്കൂറിന് ശേഷം ഓളെ പൊരുക്കെത്തി ഗൈസ്. ഓള് പുറത്തില്ല അപ്പക്ക്. പിന്നെ ഉള്ളിലേക്ക് എത്തിയിട്ടാകുമ്പോൾ ഫസ്റ്റ് പോയപ്പാട് തന്നെ പായസം തന്നു. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഒരു കുഞ്ഞിയുണ്ട്. ഇനി ഓളെ മൈലാഞ്ചി കാണിക്കുന്നതാണ് ഇങ്ങിപ്പോൾ കാണുന്നത്. എങ്ങനെയുണ്ട് മൈലാഞ്ചി? പാങ്ങിടുന്ന് ചെല്ലിയറാവാ. പിന്നെ നിങ്ങൾ കണ്ടില്ല ഗൈസ്, ഇങ്ങനത്തെ പണ്ടത്തെ ഫോണ് ഇങ്ങനത്തെ ഗെയിം കളിച്ചാലും ആർക്കും ഓർമ്മയുണ്ട. അങ്ങനെ അതും തോണ്ടിക്കൊണ്ട് കുറച്ച് നേരം അടയിരുന്നു. ഇനിയാണ് ഗൈസ് നമ്മുടെ പ്രധാനപ്പെട്ട സാധനം ഫുഡ്. നെയ്ച്ചോറും ഇറച്ചിക്കറിയും കൊയ്യാച്ചും കച്ചമ്പറും അങ്ങനെ എന്തെല്ലാം ഉണ്ടായിരുന്നു ഗൈസ്. ഇതാണ് നമ്മുടെ ബർത്ത്ഡേ കളി. ഇയോളെ ബർത്ത്ഡേ ഫംഗ്ഷനാണ് നമ്മൾ ഇന്ന് പോയത്. പിന്നെ ആദ്യം നല്ല മഴ വന്നിന് ഗൈസ്. നല്ല തണുത്ത കാറ്റെല്ലായിട്ട്. പിന്നെ ഇതാണ് ഗൈസ് എൻ്റെ ഇത്താൻ്റെ 1ാമത്തെ മോള്. ഇയോളിന്ന് സ്കൂൾ വിട്ടിട്ട് വന്നതാണ് ഇപ്പം നിങ്ങൾ കണ്ടത്. ഇതാണ് 2ാമത്തത്. എൻ്റെ ചിരിയാണെങ്കിൽ 5 പൈസക്കില്ലാത്തത്. പിന്നെ കുറച്ച് നേരം പിള്ളേരൊക്കെ കളിച്ചുകൊണ്ടിരുന്നു. ഇവിടെ പിന്നെ എന്നെ പോലത്തെ പിള്ളേരൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് പിന്നെ ഇങ്ങനത്തെ കുഞ്ഞു പിള്ള മാത്രമാണ് അവിടെ ഉള്ളത്. ഇവരെല്ലോ ഡോറ ബുജ്ജി നോക്കുന്നുണ്ട്. പിന്നെ ഞാനും കൂടി ഇരുന്നിട്ട് നോക്കി. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഗൈസ് കേക്ക് വന്ന് ഗൈസ്. പിന്നെ കുറച്ച് കേക്കിൻ്റെ വീഡിയോ എല്ലാം എടുത്തിട്ട് ദീദിനോട് ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ പുരയിലേക്ക് വിട്ടു. പോകുമ്പോഴേക്കും വന്ന പോലെ തന്നെ മഴ പൊടിച്ചിട്ടുണ്ട്. ഈ മഴക്ക് മുന്നെത്തണമെന്ന് വെച്ചിട്ടാണ് വേഗം പോയത്. ഇങ്ങനെ നമുക്ക് മഴ കിട്ടാണ്ട് തന്നെ നമ്മൾ പരുക്കും എത്തി. ബസ്സിനോട് ടാറ്റ ബൈ പറഞ്ഞ് കുറച്ച് ലേറ്റായി ഗൈസ്.